Hi dears, welcome back to our channel Aditya World. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കോസംബരിയാണ്. കർണാടകക്കാരുടെ പരമ്പരാഗതമായ ഒരു ഡിഷ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കുവാൻ. അവർ എല്ലാ ഫംഗ്ഷനും ഇതുണ്ടാക്കും. ഗണേശ ചതുർത്ഥിക്കായാലും വരലക്ഷ്മി പൂജയ്ക്കായാലും രാമനവമിക്കും ഹിന്ദുസിൻ്റെ എല്ലാ മാരേജ് ഫംഗ്ഷനും ഈ കോസംബരി ഉണ്ടാക്കും. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കോസംബരി ഉണ്ടാക്കുവാൻ 1/4 കപ്പ് ചെറുപയർ പരിപ്പ് നന്നായി കഴുകി ഒരു പാത്രത്തിലിട്ട് അരമണിക്കൂർ കുതിർക്കാൻ വെക്കണം. ദാ ഇതുപോലെ ഇതുപോലുള്ള ഒരു ചെറിയ കക്കിരിക്ക ചെറുതായി നുറുക്കിയെടുക്കുക. ഇതാ ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2-3 ടീസ്പൂൺ നാളികേരം ചിരുകിയെടുത്തത്, കുറച്ച് മല്ലിയില വേണം, 2 പച്ചമുളക് ചെറുതായി നുറുക്കിയത് വേണം, ഒരു ചെറുനാരങ്ങയുടെ പകുതി. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പും. കുതിർന്ന ചെറുപയർ പരിപ്പ് വെള്ളം കളഞ്ഞെടുക്കാം. ആദ്യം തന്നെ ചെറുപയർ പരിപ്പ് ഒരു പ്ലേറ്റിലേക്ക് ഇതാ ഇതുപോലെ അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കുക്കുംബർ ചെറുതായി അരിഞ്ഞത് ഇതുപോലെ അതിൻ്റെ മുകളിൽ പച്ചമുളക്, പിന്നെ നാളികേരം ചിരുകിയത് 2-3 ടീസ്പൂൺ, ഇങ്ങനെ ഇടുക. അതിൻ്റെ മുകളിൽ മല്ലിയില, അതിനുശേഷം ഉപ്പ് വിതറി കൊടുക്കുക. ഈ ചെറുനാരങ്ങയുടെ നീര് ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഓയിൽ ചൂടായി വരുന്നു. വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അതിൽ ഇതാ പിന്നെ വേണ്ടത് മുളക് ഇട്ട് കഴിഞ്ഞു ഒരു പിഞ്ച് കായം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി വറുത്ത കടുകും മുളകും എല്ലാം ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുക. ഇതാണ് കോസംബരി. ഇത് നന്നായി ഇളക്കിയെടുത്തിട്ട് സെർവ് ചെയ്യാം. എല്ലാ ഫംഗ്ഷനും അവർ ഈ കോസംബരി ഉണ്ടാക്കും. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഹെൽത്തിയായ ഫുഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വേണ്ട സാധനങ്ങൾ ഒന്നും കൂടി പറയുന്നുണ്ട്. താങ്ക് യു. കോസംബരി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: ചെറിയ കക്കിരിക്ക ചെറുതായി നുറുക്കിയത്, 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ചെറുപയർ പരിപ്പ് അരമണിക്കൂർ കുതിർത്തത് 1/4 കപ്പ്, കുറച്ച് മല്ലിയില, 2-3 ടീസ്പൂൺ നാളികേരം ചിരുകിയത്, ഒരു പകുതി ചെറുനാരങ്ങ.